Hi dears, welcome back. ഇന്ന് ഞാൻ ഓയിൽ ഫ്രീ കട്ട്ലറ്റിന്റെ റെസിപ്പി ആയിട്ട് വന്നിട്ടുള്ളത്. ഓയിൽ ഒട്ടും യൂസ് ചെയ്യാതെയാണ് ഈ ഒരു കട്ട്ലറ്റ് തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഓയിൽ യൂസ് ചെയ്യാത്തവർക്കും ഇഫ്താറിന്റെ സമയത്തൊക്കെ സ്നാക്ക് കഴിക്കാൻ കൊതിയുള്ളവരൊക്കെ ഉണ്ടാവും. അപ്പോൾ അവർക്കൊക്കെ പറ്റിയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ഒരു കട്ട്ലറ്റിന്റെ റെസിപ്പിയാണ് ഇത്. അപ്പോൾ ഇത് എങ്ങനെ തയ്യാറാക്കി എടുക്കുന്നത് നമുക്കൊന്ന് കണ്ടു നോക്കാം. അതിനു മുമ്പായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. വീഡിയോയുടെ തൊട്ട് താഴെ റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിന് തൊട്ടടുത്ത് ബെൽ ഐക്കൺ വരും. അതും കൂടെ പ്രസ് ചെയ്യുക. അത് പ്രസ് ചെയ്യുമ്പോൾ ഏറ്റവും മേലെയുള്ള ഓൾ എന്ന ഓപ്ഷൻ ഉണ്ടാവും. അതും കൂടെ പ്രസ് ചെയ്തേക്കുക. അപ്പോൾ അത് പ്രസ് ചെയ്യുന്ന സമയത്ത് എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. ഞാൻ ഇപ്പോൾ വീഡിയോ ഇടുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോ ഒക്കെ എടുക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് 1/2 കപ്പ് അവിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് സാധാരണ അവിലാണ്. ഏത് അവിൽ വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. വെള്ള അവിലുണ്ടെങ്കിൽ അതൊക്കെ എടുക്കാം. അപ്പോൾ അതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നോക്കുക. അത് കുതിരാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ ഒരു 1/4 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ എത്ര വെള്ളം വേണമെന്ന് ഓരോ അവിലിനനുസരിച്ച് മാറ്റം വരും. അപ്പോൾ ഇതൊരു 3 മിനിറ്റ് കുതിർക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു 3 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും ഇത് നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു വലിയൊരു ഉരുളക്കിഴങ്ങ് ഇതുപോലെ ഗ്രേറ്റ് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഉടച്ചിട്ടിട്ട് കൊടുക്കുകയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇതുപോലെ ഗ്രേറ്റ് ചെയ്താലും ഒട്ടും കട്ടയില്ലാതെ തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ അത് ഉടച്ചിട്ട് ഇട്ട് കൊടുക്കുക. വേവിച്ചെടുത്ത ഉരുളക്കിഴങ്ങാണ് കേട്ടോ. പിന്നെ അതിലേക്ക് ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞതും പിന്നെ ഏകദേശം ഒരു 50 ഗ്രാം ചിക്കൻ വേവിച്ചതാണ്. അത് ഇതുപോലെ പിച്ചിയിട്ട് അതും ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളകും ചേർത്തിട്ട് വേവിച്ചെടുത്തതാണ്. പിന്നെ ഒരു പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്കതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ടേബിൾ സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഒരു ടീസ്പൂണ് വറ്റൽമുളക് ക്രഷ് ചെയ്തതാണ്, അതും ചേർത്ത് കൊടുക്കുക. പിന്നെ നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് 1/2 ടീസ്പൂണ് ചിക്കൻ മസാലയാണ്. പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർക്കുക. ഇത്രയും മതി കേട്ടോ. അപ്പോൾ ഉരുളക്കിഴങ്ങ് ഞാൻ കുക്കറിൽ ഒരു 2 വിസിൽ വന്നിട്ട് വേവിച്ചെടുത്തതാണ്. അത് എന്നിട്ട് തൊലി കളഞ്ഞിട്ട് ഗ്രേറ്റ് ചെയ്താണ് കേട്ടോ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് നമുക്ക് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തതിന് ശേഷം ഇതുപോലെ നമുക്കൊരു കട്ട്ലറ്റിൻ്റെ ഷേപ്പിലൊന്ന് ബോളാക്കി എടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഏത് ഷേപ്പും ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ഒരു കട്ട്ലറ്റിൻ്റെ ഷേപ്പിലാണ് ചെയ്യുന്നത്. ഇത് നമുക്ക് സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു കട്ട്ലറ്റാണ്. അപ്പോൾ ഇതുപോലെ നമുക്ക് എല്ലാം ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാനിവിടെ എല്ലാം ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം. ഇത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിതുപോലെ നോൺ സ്റ്റിക്കിൻ്റെ പാനാണ് എടുത്തിട്ടുള്ളത്. നോൺ സ്റ്റിക്കിൻ്റെ പാനാണ് എടുക്കാൻ ശ്രമിക്കുക. എങ്കിൽ മാത്രമേ നമുക്ക് അടി പിടിക്കാതെ തന്നെ കിട്ടുള്ളൂ. അപ്പോൾ അത് നന്നായിട്ട് ചൂടായ ശേഷം നമുക്കിത് ഓരോന്നും അതിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഓയിലൊന്നും യൂസ് ചെയ്യാതെ ഇതുപോലെയാണ് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഓയിൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ഒട്ടും ഓയിൽ യൂസ് ചെയ്യാതെയാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ആ അവിൽ ചേർത്തത് ഒരു ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അതും കൂടെ ചേർക്കുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് പുറമേക്കൊക്കെ നല്ല ക്രിസ്പി ആയിട്ട് നമുക്ക് കിട്ടും. ഉൾഭാഗത്ത് സോഫ്റ്റ് ആയിരിക്കും. അപ്പോൾ ഒരു ഭാഗം ഒന്നിങ്ങനെ മൊരിഞ്ഞ് വരുന്ന സമയത്ത് നമുക്ക് മറിച്ചിട്ട് കൊടുക്കണം. ഇതൊരു ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം കേട്ടോ കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ചെയ്യരുത്. അപ്പോൾ 2 ഭാഗവും ഇതുപോലെ ആകുമ്പോൾ നമുക്ക് ഇവിടെ ഈ പാനിൽ നിന്ന് മാറ്റാം. അപ്പോൾ നമ്മൾ അടിപൊളി ഓയിൽ ഫ്രീ കട്ട്ലറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഓയിൽ യൂസ് ചെയ്യാത്തവർക്കൊക്കെ ഈ രീതിയിലൊന്ന് കട്ട്ലറ്റ് തയ്യാറാക്കി നോക്കുക. തയ്യാറാക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്തൊരു ദിവസം കാണാം. അതുവരേക്കും ബൈ. താങ്ക് യു.